പയ്യൻ ഉടനെ അടുത്തേക്ക് പറഞ്ഞു, വല്ല കാര്യമുണ്ടോ ചേട്ടാ, ഇവൻ്റെയൊക്കെ പടങ്ങൾ ആരെങ്കിലും തിയേറ്ററിൽ പോയി കാണുമോ? അപ്പോൾ അച്ഛൻ അത് ചിരിച്ചുകൊണ്ട് അത് നേരിട്ടു ആ ചോദ്യം. പക്ഷേ അച്ഛൻ ഭയങ്കര വിഷമമായി കാണുമല്ലോ നാച്ചുറലി. അപ്പോൾ പെട്ടെന്ന് ഈ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് നമ്മളിങ്ങനെ ചിന്തിക്കുമല്ലോ. ഞാൻ സംസാരം തുടങ്ങി, പക്ഷേ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ സംഭവിച്ചതാണ്, എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഈ വഴിപോക്കൻ സ്റ്റാർ എന്നുള്ളത് ലേബിൾ ചേട്ടൻ എപ്പോഴും വിഷമമായി തോന്നിയിട്ടുണ്ടോ? എനിക്ക് അതിന് വിഷമമില്ല. പിന്നെ ചിലർക്ക് ആവശ്യമില്ലാതൊക്കെ വെറുതെ ശരി നമ്മൾ വേറെ മൂഡിൽ നിൽക്കുമ്പോഴേ കൊടുക്കാം. വഴിയിൽ നിൽക്കുമ്പോഴേ വഴിപോക്കൻ മലയാളത്തിന്റെ അർജുൻ ദാസ് എന്നുള്ളൊരു ലേബിൾ ഇപ്പോൾ വരുന്നുണ്ട്. മലയാളത്തിന്റെ അർജുൻ ദാസ് സന്തു ചേട്ടൻ ഒരു നല്ല മിമിക്രി ആർട്ടിസ്റ്റാന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് അങ്ങനെ തന്നെ വെച്ചാൽ മതിയായിരുന്നു. ഞാൻ കൊടുക്കുന്നില്ല. 150ാമത്തെ സിനിമയാണ്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് കൊടുക്കുന്ന ഒരു ടൈറ്റിൽ കാർഡാണ് സൈജ് ഗ്രൂപ്പിന്. എനിക്ക് പേടിയായിരുന്നു. തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോഴത്തേക്കും ആൾക്കാർക്ക് ആക്ച്വലി ചിരിയാണ് വരുന്നത്. അപ്പോൾ സമാധാനമായി. പക്ഷെ അത് ഫിഗർ കറക്റ്റാണ് കേട്ടോ. ലോഡ്ജിൽ മറ്റേ കാവ്യമുണ്ടും ജുബയൊക്കെ എടുത്ത് ആകെ ഷാബി ആയിട്ട് അപ്പോൾ ആൾക്കാർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ കറക്റ്റായിട്ട് ക്ലീൻ ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഏറ്റവും വലിയ ക്ലാഷ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് എമ്പുരാൻ റിലീസായിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അഭിലാഷം എന്ന് പറഞ്ഞ എൻ്റെ പടം റിലീസായി. അത് ഫേസ് ചെയ്തതാണ് ഞാൻ. പിന്നെ ഇത് തിയേറ്ററുകൾ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന സിനിമ വിശേഷങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് സിനിമയുടെ നിർമ്മാണ നടനുമായ സൈജ് കുറുപ്പ്, ബേബി ജീൻ, കലാരഞ്ജനി, അതോടൊപ്പം നന്ദു പൊതുവാൾ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ സൈജ് ചേട്ടനിൽ തന്നെ തുടങ്ങാം. 1-ാം ഭാഗം തിയേറ്ററിൽ അത്ര വിജയമായില്ല. 2-ാം ഭാഗം എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് എവിടുന്നായിരുന്നു? കോൺഫിഡൻസ് OTT-ൽ വന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ തിയേറ്ററിൽ കുറച്ചുപേരെ കണ്ടുള്ളൂ, അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതായിരുന്നു കോൺഫിഡൻസ്. പിന്നെ മിഥുൻ മാനുവൽ തോമസ്, വിജയ് ബാബുവിനെ പോലത്തെ 2 ആൾക്കാർ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. ഫസ്റ്റ് പടം ഓടാത്ത പടത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കുന്നത്. അപ്പം അതിനൊരു ചാൻസ് ഉണ്ടെന്ന് തോന്നി. പിന്നെ ഇത് ആക്ച്വലി എന്റെയോ ദാസിന്റെയോ ഐഡിയ അല്ലായിരുന്നു ഇതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യണമെന്ന്. ഇതിന്റെ അതൊരു സെക്കൻഡ് പാർട്ട് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ട് പോലില്ല. അപ്പം ഓക്കെ, അതിൻ്റെ അകത്ത് കാരിക്കേച്ചർ സ്വഭാവമുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പം അവരെ വെച്ച് നമുക്ക് എവിടെ വേണമെങ്കിൽ പ്ലേസ് ചെയ്യുക, അങ്ങനെ സീക്വൽസ് ഉണ്ടാക്കാൻ പറ്റും. ഇതെന്ന് പറയുന്നത് കാരിക്കേച്ചേഴ്സ് അല്ല ഇവര്, പക്ഷേ ഇതിനൊരു ഇതിനൊരു പ്രത്യേക ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ ഇത് എങ്ങനെ സീക്വലിലേക്ക് കൊണ്ടുപോകുന്നുള്ളതും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പൊ തോമസ് തിരുവല്ലയാണ് പറഞ്ഞത് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ആലോചിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദാസൻ അതിലേക്ക് എത്തിയതാണ്. പിന്നെ ഈ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നിറഞ്ഞ സദസ്സിൽ സിനിമ ഓടുന്നു മോഹിനിയാട്ടം എന്ന് പറഞ്ഞത്, അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം അതിപ്പോ സംഭവിക്കുന്നുണ്ട്. ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. സോ ഭയങ്കര സന്തോഷം. ശരിയാണ്. OTT ഇറങ്ങിയപ്പോൾ ചിത്രത്തിന് ഒരുപാട് ഫാൻ ബേസ് ഉണ്ടായിരുന്നു. ഈ ഒരുപാട് സ്ട്രീമിംഗ് മില്യൻ കടന്നു. അപ്പോൾ 2-ാം ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ജോണർ ഷിഫ്റ്റ് ആൾക്കാരൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. ഈ ജോണർ ഷിഫ്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് ആൾക്കാർ സ്വീകരിക്കില്ല എന്നുള്ളൊരു. ഇല്ല, അങ്ങനെ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. കാരണം സ്ക്രിപ്റ്റ് ഞാൻ പലവട്ടം വായിച്ചതാണ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അറ്റ് ലാസ്റ്റ് ഇത് ഡബ് ചെയ്യണ സമയത്ത് കണ്ടു. പിന്നെ കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ 4-5 പ്രാവശ്യം കണ്ടു. എൻ്റെ സിനിമ റിലീസാകുന്നതിന് മുമ്പുള്ള നമ്മുടെ പ്രൊമോഷണൽ വീഡിയോസ് അല്ലെങ്കിൽ ഇന്ററാക്ഷൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കോൺഫിഡൻസ്. ഞാൻ ഈ സ്ഥലത്ത് ഇപ്പൊ ഞാൻ ബേബിയോട് പറയുന്നു, ഞാനും ബേബിയും കൂടെ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ഈ സിനിമയിൽ. ആ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ അത്രയും എന്റർടൈനിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബേബിയോ കലച്ചേച്ചിയോ നന്ദുചേട്ടനോ ഒന്നും ആ സമയത്ത് സിനിമ കണ്ടിട്ടില്ലായിരുന്നു, പക്ഷെ ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതില് തരുൺ മൂർത്തിയും മിഥുൻ മാനുവൽ തോമസും ഇട്ട പോസ്റ്റ്. അതെ, അവരെ പോലത്തെ നമ്മുടെ കേരള ഫിലിം ഇൻഡസ്ട്രിയുടെ വലിയ ബ്രാൻഡുകള് ഈ സിനിമ കണ്ടിട്ട് അങ്ങനെ ഇപ്പം ഇടണമെന്നില്ല. അവർ പടം കണ്ടെന്ന് നമുക്കറിയാം, വിളിച്ചു പറഞ്ഞു അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത്. പക്ഷെ പബ്ലിക്കലി ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ ഒരു പടം റിലീസാകാത്ത ഒരു പടത്തിനെ പറ്റി അവർ ഇടുന്നത് അത് നമ്മളെ കൂടെ അത്ഭുതപ്പെടുത്തിയതാണ്. ഞങ്ങള് ഓവർവെൽംഡ് ആയിരുന്നു ആ പോസ്റ്റ് കണ്ടിട്ട്. നമുക്ക് ഭരതനാട്യത്തിൽ പറ്റിയ ഏറ്റവും വലിയൊരു പ്രശ്നം ആൾക്കാർ ഒരുപാട് പേര് അറിഞ്ഞില്ല എന്നുള്ളതാണ്. നമ്മൾ വിചാരിച്ചു നമുക്ക് അത്യാവശ്യം പരസ്യം ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയില്ല ആക്ച്വലി. നമ്മള് ആ ബഡ്ജറ്റ് ഇപ്പം ആ ബഡ്ജറ്റിന്റെ 3 ടൈംസ് കൂടുതലാണ് മോഹിനിയാട്ടത്തിന്റെ ബഡ്ജറ്റ്. അപ്പൊ നമ്മൾ ആ ബഡ്ജറ്റിന് നമ്മൾ ഒരു പ്രൊപ്പോർഷനേറ്റ് പബ്ലിസിറ്റിയാണ് ചെയ്തത്. നമ്മുടെ ബഡ്ജറ്റ് ഇതാണെങ്കിൽ ഈ പ്രൊപ്പോർഷനേറ്റ് കാശ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു ഇത് പബ്ലിസിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എറണാകുളത്ത് പല സ്ഥലത്ത് ഹോർഡിങ്സ് കാണുന്നുണ്ട്, ഫ്ലക്സുകൾ കാണുന്നുണ്ട്, പോസ്റ്റേഴ്സ് കാണുന്നുണ്ട്. പക്ഷേ എറണാകുളത്തുള്ള ആൾക്കാരാണ് പലരും അറിഞ്ഞിട്ടില്ല. ഞങ്ങള് ഭരതനാട്യം റിലീസായ ദിവസം വൈകുന്നേരം നമ്മളൊരു കോളേജിൽ, നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള ഒരു കോളേജിൽ നമ്മൾ പോയി. അവിടെ കോളേജ് ഫംഗ്ഷൻ നടക്കുമായിരുന്നു. അപ്പം ഞാനും നമ്മുടെ ദിവ്യ ഉണ്ടായിരുന്നു, തോന്നുന്നു ശ്രുതി, സ്വാതി, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ ഇരട്ടകളുണ്ടായിരുന്നു. അവിടെ ചെന്ന്
ഞാൻ ആദ്യം എനിക്ക് മൈക്ക് തന്നു. അപ്പൊ ഞാൻ എല്ലാവരോടും നമസ്കാരം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഭരതനാട്യം എന്ന് പറഞ്ഞൊരു പടം റിലീസായത് നിങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പം പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്, ആൾക്കാരൊന്നും പറയുന്നില്ല, അതായത് കുട്ടികളൊന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ വീണ്ടും ഒന്ന് കൈവക്കാവോ, ഭരതനാട്യം എന്ന് പറഞ്ഞൊരു പടത്തിനെ പറ്റി അറിയാവുന്ന ആൾക്കാർ. ഒരു കുട്ടി കൈവക്കി. അപ്പം എനിക്കൊരു ചെറിയ സമാധാനം കിട്ടി. ഒരാളെങ്കിലും പൊക്കിയല്ലോ, ബാക്കിയുള്ള ആർക്കും അറിയില്ല. പിന്നെയാണ് മനസ്സിലായത് ഈ കുട്ടി നമ്മുടെ തന്നെ ടീമിലുള്ള ആരുടെയോ പരിചയക്കാരിയാണ്. അപ്പൊ അതുകൊണ്ട് അറിഞ്ഞതായിരിക്കാം, പക്ഷെ ബാക്കിയുള്ളവർ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഈ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനൊരു കറക്റ്റ് ഫോർമുല ഇല്ല. അത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് എങ്ങനെയെങ്കിലുമൊക്കെ എത്തുമായിരിക്കും. പക്ഷെ ഈ ഒരു പ്രൊജക്റ്റിന് ഒരു ഭയങ്കര ദൈവാധീനമുണ്ട്. എല്ലാം കറക്റ്റ് പ്ലേസ്മെന്റിൽ വന്നു. പിന്നെ ഇവരെ രണ്ടുപേരെ പോലത്തെ ഒരു തരുണിനെയും മിഥുനെ പോലത്തെ രണ്ട് ബ്രാൻഡുകളായ സംവിധായകര് അതിനെപ്പറ്റി എഴുതി റിലീസിന് മുമ്പ്. സോ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് ഇത് റീച്ചായി. അങ്ങനെ പിന്നെ ഇപ്പൊ പിന്നെ ഡെഫിനറ്റ്ലി വേർഡ് ഓഫ് മൗത്ത് കാരനാണ്. നമ്മളിപ്പോ പല തിയേറ്റേഴ്സും ഞങ്ങൾ എല്ലാവരും വിസിറ്റ് ചെയ്തു. ഇപ്പൊ നമുക്ക് തിയേറ്റർ വിസിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി കുറച്ചൊരു എനിക്ക് ക്രൗഡിനെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് എന്താണ് സംസാരിക്കേണ്ടത്, ആൾക്കാർ റിയാക്ട് എങ്ങനെ ചെയ്യുമെന്നൊക്കെ ഉള്ളൊരു സംശയമുണ്ടല്ലോ. പക്ഷെ ആട് 3യുടെ തിയേറ്റർ വിസിറ്റ് ഓൺവേർഡ്സ് എനിക്കിതൊരു ഹരമായി മാറി. സീരിയസ്ലി അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഫുൾ പാക്ഡ് ഹൗസസ് ആണ്, എല്ലാവരും എൻജോയ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. മോഹിനിയാട്ടത്തിന് പോയപ്പോഴും ഇത് തന്നെ അവസ്ഥ. സോ അതൊരു ഭയങ്കര നമുക്ക് അഡ്രനലൈൻ റഷാണ് തരുന്നത്. മറ്റേ കലാരഞ്ജി ചേച്ചിയോട് പറയാം, പടം തുടങ്ങുമ്പോൾ തന്നെ ചേച്ചിയുടെ സൗണ്ടിലാണ് പടം തുടങ്ങുന്നത്. സ്റ്റാറ്റു വെച്ചൊരു വാണിംഗ്, സ്മോക്കിംഗ് ഹൗസ്. അത് കേൾക്കുമ്പോൾ തന്നെ തിയേറ്ററിൽ ആകെ പൊട്ടിച്ചിരി കൈയടിയാണ്. അപ്പോൾ അത് പിന്നെ സിനിമയിലോട്ട് വരുമ്പോഴത്തേക്കും ടൈറ്റിൽ ക്യാരക്ടർ ഒരു ചേച്ചിയാണ് സിനിമയുടെ ഒരു അമരക്കാരി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ മൊത്തം ചേച്ചി തൂക്കി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റുകളാണ് വരുന്നത്. ചേച്ചിക്ക് എന്ത് തോന്നുന്നു? അതിന്റെ കാരണം നമ്മുടെ ഡയറക്ടറാണ്. എന്റെ ഈ സൗണ്ട് കൊടുക്കണം, ആദ്യത്തെ ഇതിൽ കൊടുക്കണം. ശരിക്കും അത് കേൾക്കുമ്പോ പുകയടിച്ച് ചുമയുണ്ടായിരുന്നു, അത് കട്ട് ചെയ്തു. ഇത് പറഞ്ഞിട്ട് അന്ന് ചുമക്കുന്നുണ്ടായിരുന്നു. പിന്നെ നന്ദുവിന് ഞാൻ ടപ്പ് ചെയ്തു. നന്ദുവിലെ കൊങ്ങാക്കി കുരുക്കിടുമ്പോ സംസാരിക്കുന്ന എല്ലാവരും ചോദിച്ചു നന്ദു ആക്ഷേപിക്കുന്നു എന്നെ. ശരിക്കല്ല, ഞാൻ ടപ്പ് ചെയ്തതാ. അത് പറയേണ്ടിരുന്നില്ല. നന്ദു ചേട്ടൻ ഒരു നല്ല മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പൊ അത് അങ്ങനെ തന്നെ വെച്ചാൽ മതിയായിരുന്നു. ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നില്ല എനിക്ക്. അപ്പൊ അങ്ങനെ അത് ഡയറക്ടറുടെ ഇതാണ്. പിന്നെ സൈജുമാരി സമ്മതിച്ചു, നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് സമ്മതിച്ച് അതൊരു വിജയമാക്കാൻ ശബ്ദം. പിന്നെ ഇപ്പൊ ഈ പ്രേക്ഷകർ ചേച്ചിയുടെ ക്യാരക്ടർ അടിപൊളിയായി. ചേച്ചിയുടെ ഒരു പഴയ എന്താ ശ്രീകൃഷ്ണപുരുഷൻ, നക്ഷത്രത്തിളക്കം, ആ സിനിമകളൊക്കെ കണ്ട് പിന്നെ ഒരുപാട് കോമിക് റോളുകൾ പിന്നെ കണ്ട് ചിറകുടിഞ്ഞിനാവിനകത്തുള്ള ഒരു കോമഡി ക്യാരക്ടർ ചെയ്തത്. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് പിന്നെ ഭരതനാട്യത്തിൽ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. ഇപ്പൊ ചേച്ചിക്ക് നക്ഷത്രത്തിളക്കം ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതെന്റെ ഒരു 1000 മടങ്ങാണിത് ഈ ക്യാരക്ടർ. അത് വിശ്വസിച്ച് ചെയ്യും എന്ന് വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് നന്ദി ഡയറക്ടറിന്. അടുത്ത നന്ദു ചേട്ടനോട് വരാം. ചേട്ടൻ സ്ഥിരം വഴിപോക്കൻ സ്റ്റാർ എന്നുള്ള ഒരുപാട് ലേബൽ ചേട്ടനുണ്ട്. പക്ഷെ ഈ സിനിമയിൽ ഭരതനാട്യത്തിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു ക്യാരക്ടർ റോള് ചേട്ടന് കിട്ടി. അത് അടിപൊളിയായിട്ട് ചെയ്തു. അതിലും ഈ OTT ഇറങ്ങിയപ്പോൾ തന്നെ ചേട്ടൻ ഒരുപാട് പ്രശംസകൾ ലഭിച്ചു. ഇപ്പോൾ സെക്കൻഡ് പാർട്ടിൽ വരുമ്പോഴത്തേക്ക് ചേട്ടൻ്റെ ക്യാരക്ടറിനും ചേട്ടൻ ചെയ്ത റോളെല്ലാം ഒരുപാട് കയ്യടിയും ശരിയെല്ലാം കിട്ടും. അപ്പോൾ ചേട്ടൻ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം, ഒരു ഭാഗ്യമാണ്. കാരണം കുറെ കാലമായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടിരിക്കുന്ന പ്രവർത്തിക്കുന്നുമുണ്ട്. ഒരു തിരിച്ചറിഞ്ഞൊരു നല്ല വേഷം കിട്ടിയില്ലേ. അത് ചുവട്ട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് എൻ്റെ ഡിഫറെൻ്റ് ഒരു വേഷം. ജനങ്ങളെ ചിരിപ്പിക്കാൻ സാധിച്ചത്, ചിരിപ്പിക്കുക എന്നുള്ള വലിയ പ്രയാസമാണ്. സ്റ്റേജിൽ പണ്ട് കോമിക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വഴിപോക്കൻ സ്റ്റാർ എന്നുള്ള ലേബിൾ ചേട്ടൻ എപ്പോഴും വിഷമമായി തോന്നിയിട്ടുണ്ടോ? എനിക്ക് അതിന് വിഷമമില്ല. പിന്നെ ചിലരുടെ ആവശ്യമില്ലാതൊക്കെ വെറുതെ ഉച്ചയിലും നമ്മൾ വേറെ മൂഡിലേക്കുമ്പോഴേ വഴിയിലേക്കുമ്പോഴേ വഴിപോക്കൻ ഇവിടെ ഒരു ആക്ടറിന്റെ ഡേറ്റ് കിട്ടാത്തതിന്റെ അല്ലെങ്കിൽ ലൊക്കേഷന്റെ പ്രശ്നം കാരണം അവിടെ അല്ലെ ചിന്തിച്ചോണ്ടിരിക്കും. അപ്പോഴായിരിക്കും നമ്മളെ തരത്തിൽ ആരെങ്കിലും സംസാരിച്ചോണ്ടിരിക്കലും പ്രൊഫഷന്റെ കാര്യമൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ ചേട്ടാ വഴിയോക്ക ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ശുക്രൻ ഉദിപ്പിച്ചു. ശുക്രൻ ഉദിച്ചെന്ന് പറയത്തില്ലേ, ഈ പടം ഞങ്ങളുടെ തിരിച്ചു വരവാണ്. എല്ലാവരുടെയും ഒരു കംബാക്ക് ഉറപ്പായിട്ടും. ബേബി ജിയിലോട്ട് വരാം. ബേബി ജിൻ ആലപ്പുഴ ജിംഖാനയിൽ ഒരു ക്യാരക്ടർ റോള് ചെയ്തു, രജിസ്റ്റർ ആയി. ഇതിനകത്തോട്ട് വരുമ്പോഴത്തെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട്
അറ്റയർ വരെ ഡിഫറെന്റ്, ലുങ്കി ബിരിയാണി ഇതൊക്കെ എടുത്തിട്ട് ബേബി ജെയിനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആണ്. പിന്നെ മലയാളത്തിന്റെ അർജുൻ ദാസ് എന്നുള്ള ഒരു ലെവൽ ഇപ്പൊ വരുന്നുണ്ട്. സൗണ്ട് മലയാളത്തിന്റെ അർജുൻ ദാസ്, തമിഴിലൊരു അർജുൻ ദാസ് കത്തിയിലെ മെലിഞ്ഞിട്ടുള്ള ഭയങ്കര വോയിസാ, ബേസ് ഉള്ള ഒരു വോയിസ്. ബേബി ജെയിൻ എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. ഇതിന്റെ ക്രൂവിന്റെ അടുത്താണെങ്കിലും ഇത് വിജയിപ്പിച്ച ജനങ്ങളുടെ അടുത്താണെങ്കിലും ഒരുപാട് താങ്ക്ഫുൾ ആണ്. ആൻഡ് ഐ ആം സോ പ്രൗഡ്, ഐ എം ഫീലിംഗ് പ്രൗഡ്. ഇങ്ങനെ ഒരു വലിയ ഒരു പ്രൊജക്റ്റിന്റെ ഒരു ഭാഗമായിട്ട് നമ്മളെ ഒരു നീതി പുലർത്താൻ പറ്റിയതിൽ ഭയങ്കര താങ്ക്ഫുൾ ആൻഡ് പ്രൗഡും കൂടെയാണ്. പിന്നെ എങ്ങനെയാണ് ഈ ക്യാരക്ടർ ബേബി ജെയിനിലോട്ട് എത്തുന്നത്? എങ്ങനെയാണ്? കാരണം ഭരതനാട്യം ഇന്ത്യയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, ബേബി ജെയിൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ആരാണ് റീച്ച് ഔട്ട് ചെയ്തത്? എങ്ങനെയാണ്? എനിക്ക് ഫിസിക്കലി എൻ്റെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്തത് ഫസ്റ്റ് ദാസേട്ടനാണ്, ഡയറക്ടർ. അപ്പൊ ഞങ്ങള് ത്രൂള്ള സംഭാഷണങ്ങളിലും പിന്നെ ആ ഒരു സ്ക്രിപ്റ്റ് കേൾക്കലും അതിലെ പിന്നെയാണ് അതൊന്നും കൂടെ ഇതായി വന്നത്. അതിലോട്ട് കയറാൻ അല്ലെങ്കിൽ നോക്കാം എന്നുള്ളൊരു ചിന്ത വരുന്നത് ആ ഒരു സംഭാഷണത്തിൽ കൂടെ ഒക്കെയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഭരതനാട്യം കണ്ടു. അപ്പോ അവിടെ ഒന്നും കൂടെ ഒരു സ്റ്റെപ്പും കൂടെ എനിക്കൊരു താല്പര്യം തോന്നി. പിന്നെ വിളിച്ചു, സംസാരിച്ചു, അങ്ങനെയൊക്കെ തന്നെ അടിപൊളി ഒരു പരിപാടിയായിട്ട് തോന്നിയുണ്ട്. അങ്ങനെയാണ്. സഹിച്ചേട്ടാ, ഈ കഴിഞ്ഞൊരു പ്രസ് മീറ്റിൽ സഹിച്ചേട്ടൻ അച്ഛന്റെ കാര്യം പറഞ്ഞ് കരയുണ്ടായി, ഭയങ്കര ഇമോഷണൽ ആയിട്ട്. എന്ത് പറ്റി പെട്ടെന്ന് അച്ഛനെ ഓർമ്മ എന്തെങ്കിലും ഒരു ഇമോഷണൽ, അത്ര പെട്ടെന്ന് ഇമോഷണൽ ആവാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അല്ല, ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ്. കൊച്ചിലോട്ട് അച്ഛൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞ് മാത്രമേ പഠിക്കുന്ന കാര്യത്തിൽ മാത്രമേ ദേഷ്യപ്പെട്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ദേഷ്യപ്പെടാറൊന്നുമില്ല. അമ്മയാണ് പിന്നെയും എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ വഴക്ക് പറയലും അടിയും ഒക്കെ. അച്ഛൻ എനിക്ക് തോന്നുന്ന 1-2 പ്രാവശ്യം കണ്ട് എന്നെ അടിച്ചിട്ടുള്ളൂ. അപ്പം അച്ഛൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കൊരു കറക്റ്റ് 9 മണി തൊട്ട് 5 മണി വരെയുള്ള ജോലി വേണം. അച്ഛൻ ഇതായിരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ സിനിമയിലേക്ക് വരാൻ വേണ്ടി പോയപ്പോൾ അച്ഛൻ പറഞ്ഞു ജോലി വിടല്, ഒരു കാരണവശാലും ലീവ് കിട്ടുവാണെങ്കിൽ നീ പോയി അഭിനയിച്ചു, അല്ലെങ്കിൽ സിനിമയൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അച്ഛന് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ഫാമിലിയിൽ ആരും സിനിമാക്കാരില്ല. പിന്നെ ഇതൊക്കെ രക്ഷപ്പെടാൻ വലിയ പ്രയാസമല്ലേ ഇന്ന് സിനിമയിൽ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അച്ഛൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പിന്നെ ജോലി വിടാണ്ട് തന്നെ ഫസ്റ്റ് പടം അഭിനയിച്ചു. അതിനുശേഷം 1 വർഷത്തിന് ശേഷം ഞാൻ ജോലി വിട്ടു. സെയിൽസ് പ്രഷർ കൂടിയ കാരണം ഞാൻ സിനിമയിലേക്ക് വന്നു. പിന്നെ സിനിമ ഇല്ലാണ്ടായി, റെഗുലർലി സിനിമകൾ ഇല്ലാണ്ടായി. അപ്പോഴൊക്കെ അച്ഛന് ഭയങ്കര ബോധോടായിരുന്നു ട്രിവാൻഡ്രം ലോഡ്ജ് റിലീസാകുന്നവര്. ട്രിവാൻഡ്രം ലോഡ്ജ് റിലീസായി കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛനും ഹാപ്പിയാണ്. എന്ന് വെച്ചാല് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സിനിമകളുണ്ട്. അപ്പം അച്ഛനും ഭയങ്കര പ്രൗഡായിട്ട് പറയായിരുന്നു, ഇപ്പൊ അവൻ അവിടെ കോഴിക്കോട് ഷൂട്ടിലാണ്, ഒരു എക്സാമ്പിൾ പറഞ്ഞു, അങ്ങനെയൊക്കെ പറയായിരുന്നു. അപ്പൊ അച്ഛന് അങ്ങനത്തെ ഈ ഇൻകം ഉണ്ടാവണമല്ലോ. ഞാൻ കല്യാണം കഴിച്ചൊരു കൊച്ചുമായി ഇൻകം ഇല്ലെങ്കിൽ ഒരു അവസ്ഥയൊക്കെ ഓർത്തിട്ടായിരുന്നു അച്ഛന് ഭയങ്കര പ്രയാസമായിരുന്നു. അതുകൊണ്ട് ട്രിവാൻഡ്രം ലോഡ്ജിന് ശേഷം അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അച്ഛൻ ആക്സിഡന്റിൽ മരിച്ചു. അച്ഛൻ ആക്സിഡന്റിൽ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പാണ് തീവണ്ടി റിലീസായത് 2018. അപ്പം അത് ഭയങ്കര ഹിറ്റ്. അച്ഛൻ പടം കാണാൻ വേണ്ടി പോയി. അവിടെ ചേർത്തലയില് ചിത്രാഞ്ജലിയിലും പാരഡൈസിലും ടിക്കറ്റ് കിട്ടാണ്ട് തിരിച്ചു വന്ന സന്തോഷമായിരുന്നു അച്ഛന്. അതൊന്നും അച്ഛൻ പറഞ്ഞിട്ടില്ല. അച്ഛൻ ഈ പഴയ അച്ഛന്മാരെ പോലെ അങ്ങനെ എല്ലാം തുറന്നു പറയുന്ന ആളൊന്നുമല്ല. അമ്മയോട് പറയും, പക്ഷെ എന്നോട് ചേച്ചിട്ടൊന്നും അങ്ങനെ പറയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് അച്ഛൻ്റെ സഡൻ ഡെത്ത് ആയത്. അത് ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു നാച്ചുറൽ ഡെത്ത് ആണെങ്കിൽ ഓക്കെ, ബെഡ് റിട്ടൺ ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം സംഭവിച്ചത്, ഈ വനിതാ ഫിലിം അവാർഡ്സിൽ ഞാൻ അച്ഛനെ പറ്റി പറഞ്ഞായിരുന്നു. അത് 2019-20 കണ്ടായിരുന്നു. അത് എനിക്ക് ബെസ്റ്റ് കൊമേഡിയൻ കിട്ടിയായിരുന്നു. അപ്പൊ അച്ഛൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് നിരന്തരം സിനിമകൾ കൊണ്ടാണ് ഞാൻ കോമഡി ചെയ്യണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ആ സ്റ്റേജ് വെച്ച് പറഞ്ഞ ആ വീഡിയോ മനോരമയുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പൊ അത് ഒരു ദിവസം ഞാൻ എടുത്ത് നോക്കുമ്പോഴത്തേ അതിനകത്തൊരു കമന്റ് ചെയ്യാൻ വായിച്ചതാണ്. 2007 തോന്നുന്നു ജൂബിലി എന്ന് പറഞ്ഞ ഹീറോ ആയിട്ടുള്ളൊരു പടം വന്നായിരുന്നു. അപ്പൊ അത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബുക്ക്ലെറ്റ് ഉണ്ടാക്കിയായിരുന്നു, കുറെ പ്രിന്റ് ചെയ്തായിരുന്നു. അതിൻ്റെ അകത്ത് എൻ്റെ ഫോട്ടോ, ഇന്നസെന്റ് ചേട്ടൻ്റെ, ജഗതി ചേട്ടൻ്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട്, ആ പടത്തിൽ അഭിനയിക്കുന്ന എല്ലാവരുടെയും ഫോട്ടോ വെച്ചിട്ട്, പിന്നെ അതിൻ്റെ അകത്ത് പാട്ടുകളുടെ ലിറിക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടി. അപ്പൊ ഇത് ഞാൻ കുറച്ച് അച്ഛനുകൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ്, അച്ഛൻ ആർക്കെങ്കിലും കാശ് കൊടുത്തിട്ട് ഇതൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യിപ്പിക്കുക ബസ് സ്റ്റോപ്പിൽ അവിടെ ഇവിടെയൊക്കെ. അത് നമ്മൾ ചേർത്തല പൂച്ചാക്കല്ല എൻ്റെ വീട്. അപ്പം അച്ഛനത് ചെയ്തു. ആരെയും ഏൽപ്പിച്ചെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ വനിതാ ഫിലിം അവാർഡ്സിൽ ഞാൻ പറഞ്ഞ വീഡിയോയുടെ താഴത്ത് നമ്മുടെ അവിടെയുള്ള ആരോ ഒരാള്, അന്ന് ഇത് 2007 നടന്ന സംഭവം എഴുതിയിരിക്കുന്നത്,
അന്ന് അയാൾ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. അപ്പൊ ബസ് സ്റ്റോപ്പിൽ അച്ഛൻ തന്നെയാണ് കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അച്ഛൻ്റെ ഞാൻ പറഞ്ഞത് ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കാൻ, അച്ഛൻ തന്നെ പോയി. അപ്പൊ അങ്ങനെ ഈ ഇത് കൊടുക്കുന്ന സമയത്ത് ഈ പയ്യനും കൊടുത്തു. അപ്പൊ ഈ പയ്യൻ അറിയില്ല എൻ്റെ അച്ഛനാണെന്ന്. ആ പയ്യൻ ഉടനെ എടുത്തു വായിക്ക് പറഞ്ഞു, വല്ല കാര്യമുണ്ടോ ചേട്ടാ, ഇവൻ്റെയൊക്കെ പടങ്ങൾ ആരെങ്കിലും തിയേറ്ററിൽ പോയി കാണുമെന്ന്. അപ്പൊ അച്ഛൻ അത് ചിരിച്ചുകൊണ്ട് അത് നേരിട്ടു ആ ചോദ്യം. പക്ഷെ അച്ഛന് ഭയങ്കര വിഷമമായി കാണുമല്ലോ നാച്ചുറലി. അച്ഛൻ എന്നോട് പറഞ്ഞിട്ടില്ല, അമ്മയോടും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ പയ്യൻ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ തന്നെ അടുത്തുനിന്ന് ആള് പറഞ്ഞു ഇത് സൈജു ഗ്രൂപ്പിന്റെ അച്ഛനാണ്. അപ്പൊ ഇവന് ഭയങ്കര ഗിൽറ്റ് ഫീലായി. അപ്പം പക്ഷെ അച്ഛനപ്പോഴത്തേക്കും പോവുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ വരുവാണ്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഡേ റിലീസ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പ്രസ് മീറ്റ് ആണ്. ഞാൻ രാവിലെ എണീറ്റ്, അപ്പൊ രാവിലെ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഭാര്യയും അമ്മയും എൻ്റെ മക്കളെയും എല്ലാവരെയും ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. അപ്പൊ അത് സ്ഥിരം ഞാൻ ചെയ്യുന്ന പോലെ അമ്മയെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു, എടാ 21 വർഷത്തെ പ്രാർത്ഥനയാണ് എൻ്റെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് അച്ഛനെ പറ്റി ഓർത്തു. എന്ന് വെച്ചാൽ ശരിയാണ്, ഇപ്പൊ ഒരു പടം സക്സസ്ഫുൾ ആയിട്ട് ഓടുകയാണ്, ഒരു ദിവസം നല്ലൊരു ടിക്കറ്റ് സെയിൽസ് ഉണ്ട്. അപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. അപ്പൊ പെട്ടെന്ന് ഈ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമ്മളിങ്ങനെ ചിന്തിക്കുമല്ലോ. അപ്പൊ ഞാൻ അമ്മയുടെ മുമ്പിൽ ഞാൻ ഇമോഷണൽ ഒന്നും ആയില്ല. ഞാൻ പിന്നെ അവിടെ നമ്മൾ പ്രസ് മീറ്റിലെ സ്ഥലത്ത് ചെന്നിട്ട് ഞാൻ എല്ലാവരുമായിട്ടും നല്ലപോലെ ഹാപ്പിനെസ് ഒക്കെ ഷെയർ ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ബേബി ഇരിക്കുന്നു, നമ്മുടെ ഡയറക്ടർ ഇരിക്കുന്നു, പിന്നെ തോമസ് ചേട്ടൻ ഇരിക്കുന്നു, ഞാൻ ഇരിക്കുന്നു. അപ്പൊ ഓർഡറിൽ പോകാന്ന് പറഞ്ഞിട്ട് ബേബിക്ക് മൈക്ക് കൊടുക്കുന്നു. ഞാനപ്പോൾ അവിടെ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ ഇമോഷണൽ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യുവാണ്. അപ്പം ബേബിയുടെ അടുത്തുനിന്ന് മൈക്ക് എൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി കുറച്ച് സമയമുണ്ടല്ലോ. അപ്പൊ അതിൽ ആ സമയം കൊണ്ട് റിക്കവർ ആവണമെന്ന് ഞാൻ ഓർത്തത്. പക്ഷെ ഇവർ 3 പേരും അധികം സംസാരിച്ചില്ല. പെട്ടെന്ന് എൻ്റെ കയ്യിലേക്ക് വന്നു. അപ്പൊ ആ സെക്കൻഡിൽ ഞാൻ പെട്ടെന്ന് റിക്കവർ ആയിട്ട് ഞാൻ സംസാരം തുടങ്ങി. പക്ഷെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ സംഭവിച്ചത്, എൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷെ പിന്നെ ഞാൻ മാറിയിരിക്കുന്നു. പിന്നെ അത് ഓക്കെ ആയി. അത് നാച്ചുറലി ഒരു ലോസ് തന്നെയാണ്. അത് എനിക്കൊന്നും ഇനി കാണാനാരും ബാക്കിയില്ലെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു സംഭവം. ഇത് 150ാമത്തെ സിനിമയാണ്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് കൊടുക്കുന്ന ഒരു ടൈറ്റിൽ കാർഡാണ് സൈജു കുറുപ്പിന്. എനിക്ക് പേടിയായിരുന്നു. ഞാൻ ദാസൻ ഇത് ദാസനല്ല, ആരോ ഇത് ഫേസ്ബുക്കിലിട്ട്. അപ്പൊ മിഥുന്റെ ഒരു സാധനം അതെനിക്കറിയായിരുന്നു. മിഥുന് നമ്മള് നന്ദി വെച്ചാല് പുള്ളി നമ്മുടെ സ്ക്രിപ്റ്റ് വായിച്ച് അഭിപ്രായം പറയുകയും കുറച്ച് തിരുത്തലുകളൊക്കെ പറഞ്ഞ് അങ്ങനെ മിഥുന്റെ ഒരു ഇത് കാണുമെന്ന് അറിയായിരുന്നു. അപ്പൊ എന്നോട് ഇവൻ പറഞ്ഞു, ഒരു സൂചിപ്പിച്ചായിരുന്നു, സഹിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പരിപാടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്ത് പരിപാടിയാന്നുള്ളത് അറിയില്ല. അപ്പൊ ഞാനൊരു താങ്ക്സ് കാർഡില് അറിഞ്ഞില്ലായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. പക്ഷെ റിലീസും പറഞ്ഞു ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു ഇവര് ഫോട്ടോ എടുത്തിട്ട്. അപ്പൊ ഇത് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു, ഞാനും തോമസ് ചേട്ടനും നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സൽമാനും ഇവനുള്ള ദാസനുള്ള ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു, എടാ ഇത് പണിയാവില്ലേ, അത് സൂപ്പർ സ്റ്റാറിന് കൊടുക്കുന്ന ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിട്ടു. ഈ 3 പേരും ഇതിന് റെസ്പോണ്ട് ചെയ്തില്ല. അന്ന് ഒന്നില്ലെങ്കിൽ കുഴപ്പമില്ല ചേട്ടാ, അത് ഓക്കെ ആണെന്ന് പറയണ്ടേ. ഇത് ഇവര് കണ്ടിട്ടില്ലാത്ത പോലെ, ആ വോയിസ് മെസ്സേജ് കേൾക്കാത്ത പോലെ ഇത്. ഞാൻ പക്ഷെ ഇൻഫോ എടുത്ത് നോക്കിയപ്പോൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇവർ റെസ്പോണ്ട് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് തിയേറ്ററിലെത്തി. അപ്പൊ പിന്നെ ഞാനത് വിട്ടു. തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോഴത്തേക്കും ആൾക്കാർക്ക് ആക്ച്വലി ചിരിയാണ് വരുന്നത്. അപ്പൊ സമാധാനമായി. അതായിരുന്നു ഉദ്ദേശം. പക്ഷെ അത് ഫിഗർ കറക്റ്റ് ആകട്ടെ, 150 അപ്പൊ ഇത്രയും സിനിമകൾ ചെയ്തു. അപ്പൊ ഇതില് ഈ ട്രിവാൻഡ്രം ലോഡ്ജിനാണ് ഒരു കോമഡി റോൾ ഒരു ഷിഫ്റ്റ് വന്നത്. പിന്നെ അതിൽ നിന്നാണ് പിന്നെ കോമഡി റോഡ്, പിന്നെ അറക്കിലബു, ഒരുപാട് ക്യാരക്ടേഴ്സ്, പിന്നെ കോമഡി ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണെന്ന് പറയുന്നത്. അപ്പൊ ഈ കോമഡി സൈഡ് ആരാണ് ആക്ച്വലി ഡിസ്കവർ ചെയ്യുന്ന ആരാണ് ചോദിച്ചിട്ടുണ്ട്? അത് VKP അനൂപ്മേനും കൂടെ. അത് എങ്ങനെ അവർക്ക് ധൈര്യം തോന്നിയെന്നറിയില്ല. അത് ഭയങ്കര, ഞാൻ അതുവരെ നമ്മൾ കാണുന്ന സൈജു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂരനും ദുഷ്ടനുമായിട്ടുള്ള ഒരു വില്ലൻ പരിപാടിയായിരുന്നു. ഞാൻ ആക്ച്വലി വില്ലനായിട്ട് ഹലോ, ബാബ കല്യാണി, മുല്ല, ഈ 3 പടത്തില് അതുവരെ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ ആൾക്കാർ എന്നോട് പറയും വില്ലനായിട്ട് ഒരുപാട് പടം ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ ഞാൻ ആക്ച്വലി 3 പടം ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇതൊക്കെ മേജർ സ്റ്റാർസിന്റെ പടമായത് കാരണം അതൊക്കെയാണെന്ന് തോന്നുന്നു ആൾക്കാർ എന്റെ സിനിമ കണ്ടിരിക്കുന്നത്. അപ്പൊ അതെ, റീച്ച് ആയത്. അപ്പം അതുകൊണ്ട് ആൾക്കാര് അങ്ങനെ വിചാരിച്ചാണ്. ബട്ട് അതാണ് വെരി താങ്ക്ഫുൾ. ആക്ച്വലി ട്രിവാൻഡ്രം ലോഡ്ജിൽ എന്റെ പേര് സജസ്റ്റ് ചെയ്തത് മൃദുൽ നായരാണ്, നമ്മുടെ ബിടെക്കിന്റെ ഡയറക്ടർ. മൃദുലിന്റെ ഫസ്റ്റ് പടം കർമ്മയോഗിയാണ് VKPയുടെ. മൃദുല് KU മോഹനൻ സാറിന്റെ അനന്തരവനാണ്. അപ്പൊ പുള്ളി പറഞ്ഞിട്ടാണ് മിഥുൻ VKPയുടെ ടീം ജോയിൻ ചെയ്യുന്നത്. മൃദുല് പരിചയപ്പെടുന്ന ഏറ്റവും ആദ്യത്തെ ആക്ടർ ഞാനാണ്. അത് മൃദുൽ അന്നേ പറഞ്ഞിരുന്നു. അന്ന് മൃദുൽ ഒരു പയ്യൻ 23-24 വയസ്സേ ഉള്ളൂ, ബേബിയുടെ ഒക്കെ പ്രായമുള്ളൂ. ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് ഹലോ സർ എന്ന് പറഞ്ഞിട്ട് എന്നെ റിസീവ് ചെയ്യാൻ വേണ്ടി വന്നത് എപ്പോഴും ഞാൻ ഓർക്കുന്നു. കാഞ്ഞങ്ങാട് ഞാൻ വണ്ടിയിലെത്തിയപ്പം ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി.
അപ്പൊ ഞാൻ ലിഫ്റ്റ് കയറിയപ്പോ ഞാൻ പറഞ്ഞ് സാറ് വേണ്ട, ഒന്നിലെ സൈജു എന്ന് വിളിക്കുക അല്ലെങ്കിൽ ചേട്ടാന്ന് വിളിക്കുക. ഓക്കെ സാർ വന്നിട്ടല്ലേ ഉള്ളു. അപ്പൊ ഭയങ്കര ആക്ടറിനെ കണ്ട ഒരു എക്സൈറ്റ്മെന്റ് അവന്. അവൻ അന്നേ പറയും ഞാൻ പടം ഡയറക്ട് ചെയ്ത് അതിൻ്റെ അത് സഹിച്ചോട്ടം കാണും. അങ്ങനെ ബിടെക് ആയിരുന്നു അവന്റെ ഫസ്റ്റ് പടം. സോ ഈ കാസ്റ്റഡ് മീ. അല്ല, ബിടെക് പിന്നത്തെ കാര്യമാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് മൃദുലാണ് എന്റെ പേര് റിമൈൻഡ് ചെയ്തത്. VKP ഇങ്ങനെ സൈജു ചേട്ടനെ ഇവിടെ പ്ലേസ് ചെയ്താലൊന്നു. അപ്പൊ അവർക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. കാരണം പലരും സീസൺഡ് കൊമേഡിയൻസിന്റെ പേരാ പറഞ്ഞത് അവിടെ. പക്ഷെ സീസൺ കൊമേഡിയൻ ചെയ്താൽ ഷിബു വെള്ളൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അവരുടെ ഒരു വേറെ ക്യാരക്ടറായി മാറും, അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനൊരു പുതുമ വേണം. ഇപ്പം ബേബി ജീൻ നമ്മുടെ ഈ പടത്തില് സുഭാഷായിട്ട് അഭിനയിക്കുമ്പം ഉള്ളൊരു ഡിഫറൻസ് ഉണ്ട്. അതാണ് അന്ന് എനിക്ക് ട്രിവാൻഡ്രം ലോഡ്ജിൽ കിട്ടിയത്. ആൾക്കാർ ആരും എന്നെ ഇതുവരെയായിട്ട് അതില് ഒരു വേഷത്തിൽ കണ്ടിട്ടില്ല. ഞാൻ അച്ഛനോട് പറയാം, എന്റെ അച്ഛനോട് പറയായിരുന്നു, എടാ നീ കുറച്ച് ഈ നാടൻ വേഷമൊക്കെ പിടിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ വെച്ചാൽ കിട്ടണ്ടേ. ഞാൻ എപ്പോഴും മറ്റേ ഇന്നൊക്കെ ചെയ്ത് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള, അതായത് ഞാൻ എയർടെൽ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോൾ എന്തായിരുന്നു ഡ്രസ്സിങ്, അത് തന്നെയാണ് ഞാൻ സിനിമയിൽ ചെയ്തോണ്ടിരുന്ന കഥാപാത്രങ്ങൾ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ട്രിവാൻഡ്രം ലോഡ്ജിൽ മറ്റേ കാവ്യമുണ്ടും ജുബയൊക്കെ എടുത്ത് ആകെ ഷാബി ആയിട്ട്. അപ്പൊ ആൾക്കാർക്കെന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ കറക്റ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ബേബിജീൻ എന്നോട് വരുമ്പോ സുരാജേട്ടൻ്റെ കൂടെയാണ് കൂടുതലും കോമ്പിനേഷൻ സീൻ ഉണ്ടായത്. അപ്പൊ ഈ സിനിമയിൽ സുരാജേട്ടൻ വരുമ്പോഴത്തേക്കും പടത്തിന്റെ ഗ്രാഫ് കുറച്ചുകൂടി മേലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം കുറെ നാളുകളായി ഇങ്ങനെ ഒരു കോമഡി അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ക്യാരക്ടർ ചെയ്തിട്ട്. എങ്ങനെയുണ്ടായിരുന്നു സുരാജേട്ടൻ്റെ കൂടെ ഉള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. സുരാജ് ചേട്ടന്റെ മാത്രമല്ല എല്ലാരുടെ അടുത്തും എനിക്ക് ഒന്നിച്ച് നിന്ന് കിട്ടി ഡയലോഗ് പറയാൻ ആ ഒരു ഇതിന്റെ ഒക്കെ അവിടെ. സോ ഇപ്പോൾ സുരാജിന്റെ കാര്യം പറയുകയാണെങ്കിലും എനിക്ക് ഭയങ്കര കുറെ പഠിക്കാൻ പറ്റി. ഐ മീൻ ഇപ്പോ സിനിമ ചെയ്യുകയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് പൊടിക്കൈകളൊക്കെ നമുക്ക് കിട്ടി. ബേബി ഒറ്റ സീനിൽ തൂക്കിയല്ലോ, സോറി ടു ഇന്ററപ്റ്റ്. ഒറ്റ സീനിൽ പടം കണ്ടായിരുന്നോ? അതിന്റെ അകത്ത് ഞങ്ങൾ ഇത്രയും പേരുണ്ട് ഫാമിലി മെമ്പേഴ്സിന് മുമ്പില് ഇയാള് നിന്ന് തൂക്കുവാണ്. നമുക്കിത് അഭിനയിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ബേബിയൊക്കെ തൂക്കുകയാണ്. തൂക്ക് 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 തൂക്ക്, അടിപൊളി അടിപൊളി അടിപൊളി. മഴയത്തല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട്. അത് പറഞ്ഞു ഇല്ല. അപ്പൊ അങ്ങനെ കുറെ അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ഇപ്പം നമ്മള് ബുദ്ധി വെക്കണേ തൊട്ട് കാണുമ്പോ, പടം കാണുമ്പോഴൊക്കെ ഇവരെല്ലാരും ഉണ്ട് പടത്തിൽ. ഇവർ ഓൾറെഡി അത്രയും ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളൊക്കെ ഒരു കാണുന്നത്. അപ്പൊ അവരുടെയൊക്കെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര അടിപൊളി കാര്യമായിട്ട് എനിക്കന്ന് തോന്നുന്നത്. അപ്പൊ നമ്മള് മാക്സിമം സുരാജേട്ടന്റെ കയ്യിൽ നിന്നൊക്കെ മാക്സിമം പഠിക്കാൻ പറ്റിയൊക്കെ പഠിക്കും. ചേട്ടൻ, ചേച്ചി, ചേട്ടൻ ഇവര് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുള്ള കുറെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. ഇവരെ റൊട്ടീനിലും അഭിനയിക്കുമ്പോഴുള്ള സമയത്തും ഇവരറിയാതെ തന്നെ ഇവരുടെ ഒരു ഇതിലായ ഒരു കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അത് ചിലപ്പോൾ ഇവർക്ക് അറിയുന്നുണ്ടാവില്ല. നമുക്ക് പുറത്തുനിന്ന് ഒരു ഫ്രഷ് ആയിട്ട് വരുന്ന നോക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടും. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഈ ജിംഖാന കഴിഞ്ഞിട്ടുള്ളൊരു സിനിമയാണിത്. അപ്പൊ ഇതിലൊരു കോമഡി സൈഡ് കൂടെ ഉണ്ട് ഈ സിനിമയ്ക്ക്, ഈ ക്യാരക്ടറിനകത്ത്. അപ്പൊ എന്ത് കോൺഫിഡൻസ് എങ്ങനെയാണ് കിട്ടിയത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്? ഞാൻ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ ഒരു മ്യൂസിക് എന്ന് പറഞ്ഞ പണി കെടുക്കണോണ്ട് ഒരു വേഷം ചെയ്യാ, അതിനുശേഷം വരുന്ന കാര്യങ്ങള് ഇത് ചെയ്തിട്ട് അടുത്ത സിനിമ കിട്ടോ, അല്ലെങ്കിൽ ഇവരെ ഒന്ന് ഇംപ്രസ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ഇത് ശരിയാവില്ലേ, അങ്ങനത്തെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭയങ്കര ഫ്രീ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി തോന്നുന്നു. കാരണം ഇത് ഇല്ലെങ്കിൽ നമുക്കവിടെ ഒരു പണിയുണ്ട്, നമ്മുടെ തൊഴിലുണ്ട് എന്നുള്ളൊരു സാധനം ആയിരിക്കാം ആ ഒരു ടെൻഷൻ ഫ്രീ ആയതും. എത്രത്തോളം അതില് ഉണ്ട് എന്നുള്ളത് ജനങ്ങളാണ്, നിങ്ങളൊക്കെയാണ് പറയേണ്ടത്. പക്ഷെ എന്താണോ ഞാൻ ചെയ്യുന്നത് ആ ചെയ്യുന്ന സമയത്ത് ഒരുപാടൊന്നും ടെൻഷനും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സമയപരിധികളെ കുറിച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മള് എന്നും കരുതി തോന്നിയ പോലെ പോയിട്ട് അത് എനിക്ക് ഓർമ്മയില്ല നാളെ ചെയ്യാം, അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. ഒരു ടൈം നമുക്ക് തരും. അതിൻ്റെ ഉള്ളിൽ അതൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം, കോൺഫിഡൻസ് ഒക്കെ ഈ ഒരു കാരണം കൊണ്ടാണ് ഉള്ളത് എന്ന് കിട്ടിയത് തോന്നുന്നു. പിന്നെ ഇത് 3ാമത്തെ മൂവിയാണ് ആക്ച്വലി. ഇതേപോലെ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ, ഒരു ഹ്യൂമറും കുറച്ച് കിർക്കൊക്കെ കൂടെ മിക്സ് ചെയ്ത് പോണ വേറെ ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഒരു പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് വരും മാസങ്ങളിൽ റിലീസ് ആവുമായിരിക്കും. ജയസൂര്യ ചേട്ടൻ, വിനായകൻ ചേട്ടൻ, പ്രിൻസ് ജോയ്. അപ്പം അതിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ കാർന്നോരെ മിഥുൻ മാനുവൽ ചേട്ടന്റെ ഒരു കൈകളുണ്ട് അവിടെ. കാരണം അവരാണ് പ്രൊഡക്ഷൻ കാര്യങ്ങൾ.
അങ്ങനെ ഇത് മൂന്നാമത്തേക്ക് വരുമ്പം ഹ്യൂമർ കുറച്ചൊക്കെ എനിക്ക് ഒരു ചെയ്തൊരു പരിചയം ഉണ്ടായിരുന്നു. പിന്നെ ഈ കോൺഫിഡൻസിന്റെ കാര്യമാണെങ്കിലും ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് പിന്നെ എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് പേരൊക്കെ കൂടെ. ചേച്ചിയിലേക്ക് വരുമ്പോ ഈ ആദ്യ സിനിമ ഭരതനാട്യത്തിന് മുമ്പ് ചിറകുടഞ്ഞ കിനാവില് ഇതുപോലൊരു ക്യാരക്ടർ ചെയ്തിരുന്നു. പക്ഷെ ഇതുപോലല്ല, അത് ഡിഫറെന്റ് വേറെ അത് വേറെ വേറെ തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോ ഈ സിനിമയിലെ ഇപ്പൊ ഉർവശി ചേച്ചീനെ കാണാം, പിന്നെ കൽപ്പന ചേച്ചീനെ കാണാം. ഈ രണ്ടുപേരുടെ ഒരു മിക്സ്. ഒബിയസ്ലി നിങ്ങൾ സഹോദരങ്ങളാണ് എങ്കിലും പ്രഷർ ഇപ്പൊ ഒരുപാട് അങ്ങനെ പറയുന്നുണ്ട്. അതെ, അത് നാച്ചുറലി വരുന്നതാണ്. ചേച്ചിയുടെ ഓരോ ചെറിയ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് കാര്യങ്ങള്. കോമഡി ഓഫ് ക്യാമറ വൻ കോമഡിയാ. അത്രയും സിനിമയിൽ വന്നിട്ടില്ലെന്ന് തോന്നുന്നു നമുക്ക്. സിനിമയിൽ തന്നെ ഭീകരമാണ്. അതിനേക്കാളും കൂടുതലാണ് നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഉള്ള. പിന്നെ ഇതിനകത്തുള്ള ക്യാരക്ടർ കൊണ്ട് ഇത് കോമഡി ചെയ്യണം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആരും കോമഡി ചെയ്തിട്ടില്ല. സിറ്റുവേഷൻ അതെ അതെ, ക്യാരക്ടർ നമ്മൾ ഡയലോഗ് പറയുന്നു, അത് പ്രേക്ഷകർ കോമഡി ആയിട്ട് എടുത്തു. അതിൽ കോമഡി ആയിട്ടേ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഒരു ക്യാരക്ടർ. ഇത് കോമഡിക്ക് വേണ്ടിയായിട്ട് നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല, ഒന്നും ആക്ച്വലി ചെയ്യേണ്ടതില്ല. എനിക്കൊന്നും ഡാർക്ക് ഹ്യൂമർ ആയതുകൊണ്ട് അല്ലേ? അത് situation അല്ലേ? സ്ക്രിപ്റ്റ് ആണ്. അവിടെ കോമഡി ആവും. കൃഷ്ണദാസിന്റെ കൃഷ്ണദാസിന്റെ എഴുത്താണ് എന്നെ പോലത്തെ ആക്ടേഴ്സിന് ആക്ച്വലി ഇതുപോലത്തെ റൈറ്റേഴ്സ് ആണ്. ഇപ്പം അനൂപ് മേനൻ വളരെ വൃത്തിയായിട്ട് വ്യക്തമായിട്ട് കോമഡി സിറ്റുവേഷൻസ് ട്രിവാൻഡ്രം ലോഡ്ജിൽ ഉണ്ടാക്കി നല്ല ഡയലോഗ്സ് എനിക്ക് കിട്ടിയത് കൊണ്ടാണ് അത് വർക്കായത്. അതിപ്പോ ഞാൻ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് പറയുന്നില്ല, എളിമയൊന്നുമല്ല കാണിക്കുന്നത്. പക്ഷെ അതിന് പകരം എനിക്ക് പകരം വേറൊരു ആക്ടർ ആയിരുന്നെങ്കിൽ അയക്കത് ബ്രേക്ക് ആയനെ. ബ്രേക്ക് കാത്തിക്കുന്ന ഒരു ആക്ടർ ആണെങ്കിൽ ഉറപ്പായിട്ടും അയക്ക് ബ്രേക്ക് ആയനെ. എനിക്ക് കോമഡി ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഇപ്പം ട്രിവാൻഡ്രം ലോഡ്ജ് തൊട്ട് ഞാനൊരു ഹ്യൂമർ റോൾ കൈകാര്യം ചെയ്ത് തുടങ്ങി. അതിന് ഇടയ്ക്ക് ഞാൻ ഒരുപാട് പടങ്ങൾ ഹ്യൂമർ റോൾസ് ചെയ്തു. ഇപ്പൊ മോഹിനിയാട്ടത്തിൽ വന്ന് നിൽക്കുന്നു. ഇതൊക്കെ നല്ല റൈറ്റേഴ്സ്, നല്ല സിറ്റുവേഷൻസ്, നല്ല ഡയലോഗ്സ് എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സംഭവിച്ചതാ. അല്ലാതെ ഒരിക്കലും ഇപ്പം അതിൻ്റെ അകത്തെ ആ ഡയലോഗുകളുണ്ട്, അതായത് രണ്ടമ്മമാരിൽ ഒരേ ചായയുള്ള രണ്ട് മക്കളോ, അങ്ങനെയൊക്കെ പറ്റുമോ? എന്റെ അച്ഛന് പറ്റും. അപ്പൊ ഭരതനാട്യം കണ്ട ഏതൊരാൾക്കും അത് ഭയങ്കരമായിട്ട് ചിരി വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്, അങ്ങനത്തെ ഒരു ഡയലോഗാണത്. അച്ഛൻ കോമൺ എന്ന് പറയുന്നുണ്ട് അല്ലെ? അതൊക്കെ ഭയങ്കര നമ്മളങ്ങനെ ജനറലി കാണുന്ന ഒരു സാധനമല്ല. അപ്പൊ അത് പറയുമ്പോൾ നാച്ചുറലി ക്യാരക്ടേഴ്സ് അങ്ങനെ പറയുമ്പോ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതല്ല, ഞാൻ ജസ്റ്റ് ഡെലിവറി ചെയ്യുന്നേ ഉള്ളൂ. അത് കൃഷ്ണദാസിന്റെ കഴിവാണ്. പിന്നെ പെട്ടെന്ന് ഭയങ്കര ഇമോഷണൽ സീനൊക്കെ 2 മിനിറ്റേ കൊടുക്കുള്ളൂ. അപ്പത്തേക്കും അതിൽ നിന്ന് ഏതെങ്കിലും ക്യാരക്ടർ അതിൽ നിന്ന് ബാക്ക് ടു പിടിച്ച് കൊണ്ടുവരും തിരിച്ചിട്ട്. ഒരു 2 മിനിറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതിലങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു സാധനത്തേക്ക് ഇങ്ങോട്ട് വിടും. അപ്പൊ തന്നെ പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്. അത് അങ്ങനത്തെ കുറെ സിറ്റുവേഷൻസ് പടം കാണുമ്പോ പ്രേക്ഷകർക്ക് മനസ്സിലാവും അത് അല്ലേ. കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ഹ്യൂമർ പരിപാടി അതിന്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ടല്ലോ. ചേട്ടാ, പിന്നെ ഈ ഭരതനാട്യത്തില് സായികുമാറേട്ടന്റെ ഒരു റോള് ഭയങ്കര ഇതാണ്. അപ്പൊ ഈ മോഹിനിയാട്ടത്തിലോട്ട് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിനെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാന്ന് തോന്നുന്നു നമുക്ക് കാണുന്നവർക്ക്. കാരണം പടം മൊത്തം പറയുന്നത് അദ്ദേഹത്തെ പറ്റിയാണ്, അദ്ദേഹത്തിന്റെ പഴയ കാലങ്ങളെ പഴപുള്ളി ചെയ്തു വെച്ച ഓരോ പരിപാടികളും കാര്യങ്ങളും. അപ്പോൾ എന്തുകൊണ്ട് ആ ക്യാരക്ടർ കൊണ്ടുവരാൻ നിങ്ങൾ എന്ന് വെച്ചാൽ സിനിമയിൽ അത് എന്തുകൊണ്ട് കൊണ്ടുവരും? അറിഞ്ഞുകൊണ്ട് കൊണ്ടുവരാനാണോ അതോ അല്ല, അദ്ദേഹത്തിന്റെ സീക്വൽ ആണല്ലോ. നമ്മൾ എവിടെയാ നിർത്തിയത് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഫ്ലാഷ് ബാക്ക് ആണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. നമ്മുടെ ഭരതനാട്യത്തിന്റെ സീൻസ് ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ, റീക്യാപ്പ് പോലെ കാണിച്ചിട്ടുണ്ടല്ലോ. അതാണ് നമ്മുടെ ഫ്ലാഷ് ബാക്ക്. പിന്നെ നമ്മൾ ഇങ്ങനെ പോകുന്ന ഒരു സിനിമയിൽ നമ്മൾ ഫ്ലാഷ് ബാക്കിലേക്ക് കട്ട് ചെയ്താൽ അത് ലാഗ് ഫീൽ ചെയ്യും ആൾക്കാർക്ക്. ഇപ്പൊ ആൾക്കാർ പറയുന്നത് എന്താണ്, ഭയങ്കര രസമുണ്ട്, സ്പീഡിലാണ് സിനിമ പോകുന്നത്. നമ്മൾ അവിടെ കൊണ്ടുവന്നാൽ അത് സായിച്ചേട്ടന്റെ ഫോട്ടോ കാണിക്കുമ്പോൾ വരെ ഭയങ്കര ഇമ്പാക്ട് ആണ്. അതെ അതെ. അപ്പൊ അത് ഫോട്ടോയെ കാണിക്കാൻ പാടുള്ളൂ ഈ സിനിമയില്. ഇനിയിപ്പം ഇത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത സ്ഥിതിക്ക്, ഒരു സീക്വൽ വർക്കായ സ്ഥിതിക്ക് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ട് ഉണ്ടാകുവാണെങ്കിൽ എന്താണ് ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ കൃഷ്ണദാസ് പ്ലാൻ ചെയ്യണമെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഇനിയിപ്പോ നമ്മൾ ഭരതനാട്യത്തിന് മുമ്പുള്ള ഒരു പ്രീക്വലാണ് പുള്ളി ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ഡെഫിനറ്റ്ലി സായിച്ചേട്ടൻ കാണും. സായിച്ചേട്ടന്റെ കഥാപാത്രം അന്ന് ജീവിച്ചിട്ടുണ്ട്. ഇനി അതല്ല സീക്വൽ തന്നെയാണ് പ്ലാൻ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അറിയില്ല ഇപ്പൊ അത് എങ്ങനെയാണിത് പ്ലാൻ ചെയ്യുന്നതെന്ന്. അല്ല, പ്ലാൻ ചെയ്യാൻ അങ്ങനെ പ്ലാൻ ഉണ്ടോന്ന് തന്നെ അറിയില്ല. സായിച്ചേട്ടനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ടടുത്ത് വരില്ല. അതെ, അങ്ങനെ വരില്ല. ഇതിപ്പോ അങ്ങനെ ഒരു കഥയാണല്ലോ, പുള്ളിയുടെ ക്യാരക്ടർ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വന്നു. തേർഡ് പാർട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ കുച്ചിപ്പിടി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരാ ഇതൊന്ന് നമ്മള് ഈ ഡാൻസ് യൂണിവേഴ്സ് ഇപ്പൊ പലരും കമന്റ് ചെയ്തിരുന്ന ഡാൻസ് യൂണിവേഴ്സ് ആണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഡാൻസ് യൂണിവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ല,
ഇത് ഭരതന്റെ നാട്യവും മോഹിനിയുടെ ആട്ടവുമാണ് അതെ അല്ലേ? മനസ്സിലായി. അപ്പം ഇനിയിപ്പം അനുയോജ്യമായ ഒരു ടൈറ്റില് കുച്ചിപ്പുടി ആണെങ്കിൽ സംഭവിക്കുകയാണെങ്കിൽ കേട്ടോ, ബാക്കിയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ചോദിക്കുന്നതിന് അതുപോലെ ഉത്തരം തരുവേ, കുച്ചിപ്പുടി എന്നായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു ഇത് അത് വരുമെന്ന്. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല കേട്ടാ. അതെ മോഹിനിയുടെ ആട്ടം ഭരതന്റെ നാട്യം പോലെ ആവില്ല. അതെ അതെ അതെ. ഇനിയുള്ള ഇതൊക്കെ ഇപ്പം ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്. ആ അങ്ങനെ കുറെ ഡാൻസ് കഥകളിയുണ്ട്. അതെ, കഥകളി. കഥകളിയൊക്കെ കുച്ചിപ്പുടി അത്ര അല്ല, മോൻ അമ്പോറ്റി ഇരുന്ന് കുറെ ടൈറ്റില് പറയുന്നു. കഥകളി, കുമ്മാട്ടിക്കളി, കുമ്മാട്ടിക്കളി, ആ കൊറേ കഥകള്, കളി പാറകളി വന്നു. മാർഗംകളി വന്നു. ഈ നന്ദുച്ചേനോട് വരുമ്പോഴത്തേക്കും ഭരതനാട്യത്തില് നന്ദുച്ചേന്റെ ക്യാരക്ടർ ഇദ്ദേഹം തന്നെ ചെയ്യണമെന്ന് നിങ്ങൾ നേരത്തെ ഓൾറെഡി സ്ക്രിപ്റ്റിൽ പ്ലാൻ ഉണ്ടായിരുന്നു. ചേട്ടനിലേക്ക് കഥ ഇവർ രണ്ടുപേരാണ് ഉറപ്പായിട്ടും വേണമെന്ന് ദാസൻ പറഞ്ഞു. വേറെ ആൾക്കാര് ഉറപ്പായിട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അവരുടെ ഡേറ്റ്സ് നമുക്ക് കിട്ടിയില്ല. പക്ഷെ ഭാഗ്യവശാൽ ഇവർ രണ്ടുപേരും ഡേറ്റ്സ് നമുക്ക് കിട്ടി. ആൻഡ് വി ആർ വെരി ഹാപ്പി. അതായത് ഇവരുടെ മാത്രമല്ല, എല്ലാവരുടെയും കാര്യത്തിൽ എല്ലാരും. എല്ലാവരും നന്ദുചേട്ടന്റെ ഒക്കെ അഴിഞ്ഞാട്ടമാണ് നന്ദുചേട്ടനൊക്കെ വൻ performance. ഓഡിയൻസ് ഒക്കെ കാണുമ്പോഴേ അവരെ ഫാമിലിക്ക് പോയി ഇരിക്കാനുള്ള മുഖ്യ കാരണങ്ങളിൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ എന്റെ ഉമ്മ വരെ പണ്ട് പറയുന്നു, മറ്റേ നമ്മുടെ ഈ KPC ലളിത ചേച്ചി, അതേപോലെ നക്ഷത്രത്തിളക്കം, നക്ഷത്രത്തിളക്കം. അല്ല അതല്ല, പിന്നെ നമ്മുടെ അപ്പൊ ഇവരൊന്നും ഇല്ലെങ്കിൽ ഒരു പടം പോയി കണ്ടിരിക്കാനൊരു സുഖമില്ല. അതായത് ഒരു കുടുംബത്തിലൊക്കെ ആകുമ്പോ ഇവരൊക്കെ വേണം, എന്നാലേ ആ ഒരു വീട്ടിന്റെ ഒരു ഇത് കിട്ടുള്ളൂ, ഒരു അമ്മായി ഒരു ഇത്. അപ്പൊ അങ്ങനത്തെ ഒരു സൗണ്ട് ഈ പടത്തിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഫാമിലിക്ക് ഒക്കെ പോയി ഇരിക്കുമ്പോ ഇവര് പരിചയമുള്ള ആൾക്കാരിനെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു വർക്കത്താ. അപ്പോ അതിൽ കൂടെ തന്നെ നമ്മളും സഞ്ചരിക്കാൻ പറ്റി എന്നുള്ളൊരു ഇത് തന്നെയാണ്. ഈ ചേട്ടനിലേക്ക് ഈ ഫസ്റ്റ് ഭരതനാട്യത്തിലോട്ട് എങ്ങനെയാണ് ചേട്ടൻ എത്തുന്നത്? ആര് ഡയറക്ടർ തന്നെ വിളിക്കുമായിരുന്നു? ഞാൻ സുരേഷ് ഏട്ടന്റെ മകളുടെ കല്യാണത്തിന് നിൽക്കുമ്പോൾ ഷൈജു എന്നോട് പറഞ്ഞു, ഒരു സംഭവം വരുന്നുണ്ട്, വിളി വരും, ചേട്ടൻ പ്രതീക്ഷിച്ചോളാം. ഞാനപ്പോ അത് അത്ര ഇതാക്കിയും ഷൈജു വരട്ടെ, അതിനോ ആരും പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് ഷൈജു ഇങ്ങനെ പറഞ്ഞു. പ്രതീക്ഷിക്കാതെ ഞാൻ പ്രിയൻ സാറിന്റെ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തുഷാർ അവിടെ വന്നോട് സബ്ജക്റ്റ് പറഞ്ഞു. ആദ്യമായിട്ട് ഒരാൾ വന്നിട്ട് സബ്ജക്റ്റും ഓക്കെ. ചേട്ടൻ ഈ ബാക്കിയുള്ള തിരക്കുകൾക്കിടയിൽ ഇപ്പൊ അഭിനയിക്കാനുള്ള ഒരു അല്ല, ആ സമയത്ത് പറഞ്ഞിരുന്നു ഇത്ര ദിവസം വരും. അതിനിടയിൽ രണ്ട് പടങ്ങൾ ഇടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോയി ചെയ്തിട്ടുണ്ട്. രണ്ടാമത് വന്നപ്പോഴും പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ഇന്ന മാസമാണ് തുടങ്ങുന്നത്, വേറെ ഒന്നും കമ്മിറ്റ് ചെയ്യുന്നു, പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാറ്റി വെച്ചേക്കും. വിനയ് ഫോർട്ടിന്റെ ക്യാരക്ടർ അതിലോട്ടുകൂടെ വരാം. അദ്ദേഹം ലാസ്റ്റ് ഇപ്പൊ ക്ലൈമാക്സിൽ എത്തുമ്പോഴാണ് എത്തുന്നത് പുള്ളിയുടെ ക്യാരക്ടർ വരുന്നത്. അവിടെ തൊട്ട് തിയേറ്റർ ഫുള്ള് ഓണാണ്, ചിരിച്ചു പറയുകയാണ് വിനയ് ഫോർട്ടർ ക്യാരക്ടർ. അപ്പൊ വിനയിലോട്ട് എങ്ങനെയാ എത്തുന്നത്? ഈ ക്യാരക്ടർ പുള്ളി ചെയ്താൽ മതി എന്നുള്ളൊരു വിനയുടെ എന്റെ ഓർമ്മ, ഞാനും ദാസനും ഒരേ സമയത്ത് ഒരാളെ പറ്റി പറഞ്ഞത് വിനയാണ്. ബാക്കി ഇപ്പൊ സുരാജിന്റെ എനിക്ക് തോന്നുന്നു തോമസ് ചേട്ടനാണ് സജസ്റ്റ് ചെയ്തത്, സുരാജ് ചെയ്താൽ നല്ലതായിരിക്കുമെന്ന്. അപ്പൊ നമ്മൾക്ക് യെസ് കറക്റ്റ്. പിന്നെ നമ്മുടെ ജഗദീഷ് ചേട്ടന്റെയും എനിക്ക് തോമസ് ചേട്ടനാണോ ദാസനാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ വിനയുടെ ഞാനും ദാസനും കൂടെ ഒരേപോലെ ഞങ്ങൾ പറഞ്ഞത് വിനയ് ചെയ്താൽ കറക്റ്റ് ആയിരിക്കും. എന്നുവെച്ചാല് വിനയ് സുരാജൊക്കെ ഭയങ്കര എനർജറ്റിക് പെർഫോമൻസ് ആണ്. അവർ വന്നു കഴിഞ്ഞാൽ അവരങ്ങ് തകർക്കും. അപ്പൊ ആ തകർപ്പാണ് നമുക്ക് വിനയുടെ ക്യാരക്ടറിൽ നിന്നും വേണ്ടിയിരുന്നത്. ബിക്കോസ് എൻഡിലേക്ക് എത്താൻ പോവാണ്. അത് വിനയ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയ സീനാണ് അല്ലേ? അപ്പൊ അത് അങ്ങനത്തെ ഒരു അതെ അതെ അതെ. ആൻഡ് ഭയങ്കര എക്സിക്യൂഷൻ ആയിരുന്നു വിനയുടെ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതേപോലെ സുരാജിന്റെ ജഗദീഷ് ചേട്ടനും വന്ന് അതെ അതെ അതെ. മറ്റേ വിനയ് ചേട്ടൻ വന്നു കഴിഞ്ഞിട്ടേ സീനില് ഷൈജേട്ടന്റെ ഒരു നിസ്സഹായാവസ്ഥയുടെ ഒരു കുറച്ച് സമയമുണ്ട്. പക്ഷെ അവിടെയും പറഞ്ഞു പോണത് നോർമൽ സംസാരം, പക്ഷെ അത് ഓഡിയൻസിന് ഭയങ്കര ഹ്യൂമർ ആയിട്ടാ. അപ്പം ആ കുറച്ച് രംഗങ്ങളുണ്ട്. അപ്പൊ അവിടെയൊക്കെ മിനിമൽ 2-3 വാക്കുകളെ പറയണുള്ളൂ. പക്ഷെ ആ ഒരു ഷൂട്ട് ചെയ്യുമ്പോ സന്തോഷേട്ടൻ രണ്ട് തടിയന്മാര് കാവല് നടത്തിയിരുന്ന കൈകെട്ടി പിള്ളേരെ അങ്ങനെ ഒരു നമ്മളെ പട്ടിയെ കൊണ്ടുവരാൻ അഭിനയിപ്പിക്കും. എല്ലാരും അവരുടെ റോള് നന്നാക്കി ഇതിനകത്ത്. അതാണ് വിജയം. സിനിമയിൽ ഒരുപാട് റെഫറൻസും വരുന്നുണ്ട്. ഈ ദൃശ്യത്തിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ഇപ്പൊ ബേബിജിന്റെ ഒരു മറ്റേ 7ാം അറിവിന്റെ ഒരു റെഫറൻസ് ഇപ്പൊ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ റെഫറൻസ് എല്ലാം നിങ്ങൾ ഈ പടത്തിന്റെ ജസ്റ്റ് ഇത് ഒരു സ്പൂഫ് മോഡൽ പോലെ ഇട്ട് വെച്ച്
പടത്തിന് സ്പൂഫ് ഛായ കൊടുക്കാൻ വേണ്ടിട്ടല്ല, അല്ല. പക്ഷെ ഒരു ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഇപ്പൊ സുഭാഷും കൂടെ കാണുവാണ്. അത് നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്താൽ കുറച്ചുകൂടെ ആൾക്കാർക്ക് എന്താണ് ഇന്നാകാൻ പറ്റും ആ അവസ്ഥയിലേക്ക്. അപ്പൊ അതിനുവേണ്ടി ചെയ്തതാണ്. എനിക്ക് ഞാൻ ദാസേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്കിത് മൊത്തത്തിൽ ഒരു ഒരു എവിടെയോ ഒരു പൾഫിഷൻ കിടപ്പുണ്ടോ എന്താ ദാസേട്ടൻ ഏത് പടം ഞാൻ കണ്ടില്ല. അപ്പൊ എനിക്ക് നമുക്കറിയാലോ സിറ്റുവേഷനിൽ ഒരു ഭയങ്കര ഒരു സീരിയസ് കാര്യം വളരെ നോർമലായിട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു എലമെന്റ് പൾഫിക്ഷൻ ചേച്ചി വിചാരിക്കുന്നത് ഏതോ പടന്നില്ലേ. അപ്പൊ അതിന്റെ കുറെ ട്രീറ്റ്മെന്റ് ആ ക്യാരക്ടറിന്റെ ഒരു സൗണ്ട് ഒക്കെ എനിക്ക് തോന്നിയതാണ്. പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായം മാത്രമാണ്, അല്ലാതെ ആരാണ് ആ പൾഫിക്ഷനെ കൊണ്ട് ജഡ്ജ് കമ്പയർ ചെയ്തെന്ന് പറയരുത് ആരും. എനിക്ക് തോന്നിയതാ അതെ അതെ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് എവിടെയോ ഒക്കെ വന്ന. ബേബി ജീനി മ്യൂസിക്കും സിനിമയും കൂടി ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോയി? ഒരുപാട് റോളുകൾ ഇനി മേടിച്ച് ഈ സിനിമ മ്യൂസിക്കിന് ഒരുപാട് ഉപകാരം ചെയ്യും. മ്യൂസിക് സിനിമക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട് ചേച്ചി, അങ്ങനെ പറയരുത്. ഇനി ഇനി ഉറപ്പായിട്ടും ഞാൻ വെറുതെ പറഞ്ഞതാ. എങ്ങനെ അല്ല തുടർന്നുള്ള അഭിനയത്തെ പറ്റി ആലോചിക്കുന്നുണ്ടോ? അത് ആലോചിക്കായില്ല. നല്ല ക്യാരക്ടർ ചെയ്യുമ്പോ ഇഷ്ടപ്പെട്ട് ചെയ്യാന്ന് പറഞ്ഞ ഒരു Enjoy ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു നെഗറ്റീവ് ഷെയ്ഡും ഹ്യൂമറും അത് നമ്മളൊരു വേറൊരാൾക്ക് ആവുകയാണല്ലോ അതെ. കുറച്ച് സമയമാണെങ്കിലും. പിന്നെ അത് കൊട്ടിച്ചു വെച്ചിട്ടാണല്ലോ നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ മൊത്തത്തിൽ ആ ഒരു ക്യാരക്ടറിനെ കാണാനുള്ളത്. സോ അതൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്, എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മ്യൂസിക് എൻജോയ് ചെയ്യുന്ന പോലെ തന്നെ ഇമോഷനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറെ സാധനങ്ങൾ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഹാപ്പി. ചേട്ടാ ഇപ്പൊ തിയേറ്ററിൽ വാഴ 2 ഭയങ്കര നിറഞ്ഞ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഈ മോഹിനിയാട്ടം. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഒരു ക്ലാഷ് റിലീസ് പോലെ ഇറക്കുന്നതിൽ ഒരു ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനത്തെ ടെൻഷൻ ഇല്ല. എന്ന് വെച്ചാല് ഏറ്റവും വലിയ ക്ലാഷ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് എമ്പുരാൻ റിലീസായിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോ അഭിലാഷം എന്ന് പറഞ്ഞ എന്റെ പടം റിലീസായി. അപ്പം അത് ഫേസ് ചെയ്തതാണ് ഞാൻ. പിന്നെ എനിക്ക് തോന്നുന്നത് റൈറ്റ് ടൈമാണ്. നമ്മളെല്ലാരും ഡിസ്കസ് ചെയ്തതാണ്. അതായത് വാഴ ഇത്രയും മനോഹരമായിട്ട് ഓഡിയൻസ് സ്വീകരിച്ച ഒരു പടമാണ്. ആളുകൾ തിയേറ്ററിലേക്ക് ഇറങ്ങുന്ന സമയമാണ്. സ്പിൽ ഓവർ നമുക്ക് കിട്ടില്ല, അതറിയാന്ന് വെച്ചാൽ എല്ലാവരും ബുക്ക് മൈ ഷോയിലൊക്കെ ബുക്ക് ചെയ്തിട്ട് പോകുന്നത്, അതൊക്കെ അണ്ടർസ്റ്റുഡ് ആണ്. പക്ഷേ ആൾക്കാർക്ക് സിനിമ കാണാനുള്ള ഒരു ആഗ്രഹം വന്ന സമയമാണ്. പിന്നെ വിഷുവാണ്. വിഷുവിന് ആൾക്കാര് നമ്മുടെ മലയാളി ഫാമിലീസ് ഒരു സിനിമയിൽ കാണാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ നമ്മള് ഓക്കെയാണ്. എനിക്ക് ആക്ച്വലി എല്ലാ പടത്തിന്റെയും എനിക്കറിയാം ചില പടങ്ങൾ വർക്കൗട്ട് ആവില്ല. അത് നമുക്ക് നേരത്തെ അറിയാൻ പറ്റും, ഇത് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന്. ചില പടങ്ങൾ ഭീകരമായിട്ട് വർക്കൗട്ട് ആവും നമ്മൾ വിചാരിക്കും. ഭരതനാട്യം, അഭിലാഷം ഒക്കെ ഞാൻ വിചാരിച്ച പോലെ. അപ്പം അതിന്റെ ഒരു ടെൻഷൻ കാണും. അതായത് വർക്കൗട്ട് ആകില്ല എന്ന് ഉറപ്പുള്ള പടത്തിനും ആ ടെൻഷൻ കാണും. എന്നുവെച്ചാൽ എവിടെയോ നമ്മുടെ മനസ്സിലേ ചിലപ്പോ ആയാലും അപ്പൊ ആ സാധനം മനസ്സിൽ കിടപ്പുണ്ട്, അതുകൊണ്ട് ടെൻഷൻ ആവും. പിന്നെ വാഴ 1-നൊരു ഹിസ്റ്ററി ഉണ്ട്. വാഴ 1 ഹിറ്റായിരുന്നു തിയേറ്ററിൽ. അപ്പൊ അതിന്റെ ഒരു വിഷ്വൽ പുള്ളിങ് എന്തായാലും കിട്ടും. നമ്മള് ഭരതനാട്യം തിയേറ്ററിൽ അതിന്റെ ഒരു പ്രശ്നം നമ്മൾ എന്നിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്തു. ഇപ്പൊ അതിന്റെ ഒപ്പം തന്നെ എനിക്ക് ആ ടെൻഷൻ അല്ല അതിനു മുമ്പ് ആട് 3 റിലീസ് ഉണ്ടായിരുന്നു. ചേട്ടനിപ്പോ 2 ഹിറ്റ് ഇപ്പോ കിട്ടി. ഷൈജേട്ടന്റെ സമയമാണ്, സമയം ഇരട്ടി മധുരാണ്. എന്നെക്കാളും വലിയ സമയം ആരുടെ അറിയോ? ഒന്ന് ഗസ് ചെയ്യാവോ? 3 പടത്തിലുള്ള ആള്. 3 പടത്തിലുണ്ടോ? ആട് 3-ലുണ്ട്, വാഴ വിജയ് ബാബു. അത് പറഞ്ഞു കൊടുക്കലായിരുന്നു. അപ്പൊ വിജയ് ബാബു, ഞാനത് ആക്ച്വലി ഏകദേശം നമ്മൾ ഡേറ്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് അറിയായിരുന്നു നമുക്ക്. അപ്പൊ ആടിന്റെ ഷൂട്ട് നടക്കുമായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു ഇനി വരാൻ പോകുന്നത് വിജയ് ബാബു സീസണാണ്. അതിനകത്ത് ഹാട്രിക് അടിച്ചു. അതെ, എന്നുവെച്ചാല് ആട് 3 ഒരു വലിയ പടം, വാഴ 2 അതുപോലെ തന്നെ ഒരു വലിയ ഹിറ്റിന്റെ സീക്വല്. പിന്നെ നമ്മുടെ മാത്രമാണ് പിന്നെയും അത്രയും വലുപ്പം ഇല്ലാത്തത്. പക്ഷെ ഇപ്പം ആ വലുപ്പത്തിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പൊ അത് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നിയത് മലയാള സിനിമയുടെ ഒരു നിഷ്കളങ്കത പിന്നെയും തിരിച്ച് കുറച്ചൊക്കെ വരുന്നു. ചേട്ടാ ഈ ആട് 3-യുടെ സെക്കൻഡ് പാർട്ട് അടുത്ത പാർട്ട് ഇനി എപ്പോഴായിരിക്കും ഉണ്ടാവുക? ആട് 4 അല്ലെങ്കിൽ ആട് 3-യുടെ സെക്കൻഡ് പാർട്ട് അല്ലേ? അത് എപ്പോ ഉണ്ടാവുന്ന എനിക്ക് അറിയില്ല കേട്ടോ. അതായത് ഇപ്പം ഇതിന്റെ തേർഡ് പാർട്ട് ഉണ്ടാവുന്ന ചോദിച്ചില്ല മോഹിനിയാട്ടത്തിന്റെ.
ഞാനൊരു പ്രൊഡ്യൂസറായിട്ട് പോലും എനിക്കറിയില്ല. അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ കേവലം ഒരു ആക്ടർ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അപ്ഡേറ്റഡേ അല്ല. പക്ഷെ മിഥുൻ പറഞ്ഞത് 1 ലൈനൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. പക്ഷെ ഈ വർഷം ഉണ്ടാകുമെന്ന് സംശയമാണ്. അടുത്ത വർഷം ചിലപ്പോൾ ഷൂട്ട് തുടങ്ങുമായിരിക്കും. ബേബിജിന്റെ ഇനി അടുത്ത വരാൻ പോകുന്ന സിനിമകൾ അകത്ത് കാട്ടാളനിലൊരു വേഷം ചെയ്യുന്നുണ്ട്. ഇല്ല, കാട്ടാളനില് അതിന്റെ ഒരു ഭാഗമാണ് ഞാൻ. നിലവിൽ അഭിനയിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ സുഹൃത്തിന്റെ ജ്യേഷ്ഠനെ പോലെ കാണുന്ന ഒരു ജ്യേഷ്ഠൻ തന്നെയാണ് ഷെരീഫ് കാടെ പടാണ്. പിന്നെ ഉറപ്പായിട്ടും നമ്മളെ കൂടെ ഒരു പടാന്ന് തന്നെ പറയാത്. അപ്പോ എൽ ക്ലാസിക്കോയിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ മൂസിക്കാടെ പരിപാടിയിൽ. അപ്പൊ ഇവിടെ ഇനിയിപ്പോ ഷൂട്ട് ഇപ്പൊ തുടങ്ങും. അതിലും കുറച്ച് പാട്ടും പരിപാടിയൊക്കെ ഉണ്ട്. ഇവരായിട്ട് പിടിച്ചാ പാട്ടും പാടിപ്പിച്ചു വിടാന്ന് പറഞ്ഞുകൊണ്ട് അഭിനയവും പാട്ടും ഒന്നെടുത്ത അങ്ങനത്തെ ഒരു കാര്യമൊക്കെ നിങ്ങളുടെ പടത്തിന്റെ വിജയം റീ റെക്കോർഡിങ്ങും പാട്ടും. അതെ കിളി, അതെ, ഇലക്ട്രോണിക്കലി ഗംഭീരമായിട്ട് പറ്റാത്ത ബേബി ഒരു പാട്ടാണ് പാടിയിരിക്കുന്നത്. നമ്മുടെ കിളിയാണ് ബാക്കി. നമ്മുടെ മോഷൻ പോസ്റ്റർ വന്നപ്പോൾ അതിന്റെ പാട്ടും, അതായത് നമ്മുടെ ഇന്റർവൽ പഞ്ചിൽ വരുന്ന ആ ഒരു മ്യൂസിക്കും, പിന്നെ വേറൊരു പാട്ടും പാടിയിരിക്കണം. തങ്കഭസ്മ കുറിയിട്ട് തമ്പുരാട്ടി എന്നുള്ള പാട്ട് അത് ആക്ച്വലി കിളിയാ പാടിയിരിക്കുന്നത്. പക്ഷെ കുറെ പേർക്ക് ഒരു സംശയമുണ്ട്, ബേബിയാണ് എല്ലാ പാട്ടുകളും. അത് ഏകദേശം സൗണ്ടൊക്കെ ഒക്കെ സൗണ്ട് ചെക്കനെ അങ്ങനത്തെ ആ റെഫറൻസ് ഉണ്ടായിരുന്നു. ഉർവശി സിനിമ കണ്ടിരുന്നത്? ഇല്ല, നമ്മള് ചെന്നൈയിലാണ്. അവിടെ റിലീസ് അതാ ഞാൻ ചോദിച്ചത്. അവര് പോയി കാണും. ഏപ്രിൽ 17 നമ്മൾ 17 എല്ലാവരും ഭയങ്കര ഇതെന്താ ബാക്കിയുള്ള രോഗൊട്ടാകെ റിലീസായി, കേരളത്തിന്റെ അപ്പുറത്തേക്ക് പരിപാടി എത്തിയില്ല എന്നുള്ള സാധനത്തില് റിലീസ് അതുപോലെ തന്നെ പ്ലാൻ ചെയ്തു. അല്ല, GCC ഓൾറെഡി അവിടെയൊക്കെ ഭയങ്കര റെസ്പോൺസ് ആണ്. നമ്മുടെ ഹാപ്പിനെസിന്റെ ഒരു ഇത് കൂട്ടുന്നത് അതൊക്കെയാണ്. കേരളത്തിൽ നിന്ന് ഡെഫിനറ്റ്ലി ഭയങ്കര റെസ്പോൺസ് ആണ്. പക്ഷെ ഓവർസീസ് ഇപ്പൊ നമുക്ക് വേറെ കൺട്രീസ് എന്നൊക്കെ ഇപ്പം ദ പ്ലോട്ട് പിക്ചേഴ്സ് ആണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഓവർസീസ്. അപ്പൊ അവരെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പം ഓസ്ട്രിയ ഇപ്പം നമ്മള് ഈ ആഴ്ച അതെ ദുബായ്, ഖത്തർ, UAE, GCC എനി ടൈം. ലണ്ടനിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പുള്ള സിനിമകൾക്കാണ് അവിടെ തുടക്കത്തില് ഫുൾ ഹൗസ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് സോക്കോൾഡ് നമ്മുടെ ഇപ്പം ചെറിയ പടമാണല്ലോ ബഡ്ജറ്റ് വൈസും ഒക്കെ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ഏറ്റവും വലിയ ബഡ്ജറ്റുള്ള പടമാണ്, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ജനറലി കാണുമ്പോഴത്തേക്ക് ഇത് ചെറിയ പടമാണ്. ഈ പടത്തിനൊക്കെ ഒരു 30% ഒക്കെ ഓക്യുപ്പൻസി ഇനീഷ്യൽ ഡേയ്സ് വരുള്ളൂ. പക്ഷെ നമുക്ക് ഹൗസ്ഫുൾ ഷോസ് ആണ് കിട്ടുന്നത്. സോ അത് ദൈവം ഈ ഭരതനാട്യം കണ്ടിട്ട് അവർക്കൊരു ഗ്യാരണ്ടി. അതെ എക്സാക്ട്ലി. അപ്പൊ ഇനി സിനിമ ഇനിയും മുൻപോട്ട് ഒരുപാട് ദിവസങ്ങൾ ഇനി ഓടട്ടെ. 100 ദിവസം അല്ലെങ്കിൽ 100 കോടി അടിക്കാം സാധിക്കും തോന്നുന്നു. പബ്ലിസിറ്റിയിലൂടെ സിനിമ നേടും തോന്നുന്നു. അതെ, ഇത്ര നേരം നമ്മളോടൊപ്പം ചേർന്നതിന് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു മക്കളെ, താങ്ക് യു.